നമസ്കാരം ഫ്രണ്ട്സ്. മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ മൾട്ടിമീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യം കൺഫേം ചെയ്യണമെന്നുള്ളത്. അപ്പം മൾട്ടിമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് കൺഫേം ചെയ്യാന്നതിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം ഈ വീഡിയോയിൽ. ഈ വീഡിയോയിൽ നമുക്ക് മൾട്ടിമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മൾട്ടിമീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മൾട്ടിമീറ്റർ എങ്ങനെയാണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം. നമ്മളൊരു മൾട്ടിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് വോൾട്ടേജോ മറ്റോ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ബാറ്ററിയുടെ സിമ്പിൾ കാണിക്കുകയാണെങ്കിൽ, ബാറ്ററി സിമ്പിൾ കാണിക്കുകയാണെങ്കിൽ അർത്ഥം എന്താണ്? ബാറ്ററി വോൾട്ടേജ് വളരെ കുറവാണ്. അതായത് മൾട്ടിമീറ്ററിൻ്റെ ബാറ്ററി വോൾട്ടേജ് വളരെ കുറവാണ്. മൾട്ടിമീറ്ററിൻ്റെ ബാറ്ററി വോൾട്ടേജ് കുറവായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അപ്പോൾ കാണിക്കുന്ന റീഡിങ്ങുകളും ഒരു എറർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ബാറ്ററി മാറുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് പ്രോബുകൾ ഈ കണ്ടിന്യൂറ്റിയിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ ഇട്ടതിന് ശേഷം ഈ രണ്ട് പ്രോബുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഇതിനകത്ത് എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 0.2 ഓം ആണ് റെസിസ്റ്റൻസ്. സാധാരണ ഇത് രണ്ട് വയറായതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അതിനകത്ത് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇത് വളരെ കൂടുതലാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് എറർ ഉണ്ട്. അപ്പോൾ ലോക്കൽ മൾട്ടിമീറ്ററൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ എറർ വാല്യൂ എപ്പോഴും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ നിന്ന് ഈ വാല്യൂ കുറച്ചിട്ട് വേണം കൃത്യമായിട്ടുള്ള അളവ് എത്രയാണെന്ന് അല്ലെങ്കിൽ മെഷർമെൻറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റൊക്കെ തെറ്റിപ്പോവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓയിലാണ് കാണിക്കുന്നതിന് അർത്ഥം എന്താണ്? ഓയിലാണ് കാണിക്കുന്നതെങ്കിൽ അത് ഓവർ ലിമിറ്റാണ്, ഈ വയർ ഓപ്പൺ ആണ്. ഇനി ഏത് വയറാണ് ഓപ്പൺ ആണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം തൽക്കാലം ഈ കോമൺ പോർട്ടിൽ നിന്ന് ഈ ബ്ലാക്ക് പ്രോബ് ഊരിന് ശേഷം ഈ റെഡ് പ്രോബ് നമ്മൾ എന്ത് ചെയ്യാം? നേരെ ഈ പോർട്ടിനകത്തേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഉണ്ടോ 0.1 ഓം റെസിസ്റ്റൻസ്. അപ്പം ഇത് 0.1 ഓം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? റെഡ് പ്രോബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ബ്ലാക്ക് പ്രോബ് തിരിച്ച് ഫിക്സ് ചെയ്യുക. റെഡ് പ്രോബ് അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ബ്ലാക്ക് പ്രോബിൻ്റെ അതർ എൻഡ് ഈ റെഡ് പ്രോബിൽ കണക്ട് ചെയ്യുക. ഇതിനകത്ത് എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുക. 0.2 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഈ കേബിളും ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഏത് കേബിളിലാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടെസ്റ്റ്. ഇനി നമുക്ക് വോൾട്ടേജ് കൃത്യമായിട്ട് ഉണ്ടോയെന്നാണ് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഒരു ബാറ്ററിയിലോ 9 വോൾട്ടേജ് അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ ബാറ്ററിയിൽ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് സെയിം വോൾട്ടേജിനാണ് ഇവിടെ കാണിക്കുന്നുള്ളതെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഫ്യൂസ് ഉണ്ട്. ഇവിടെ 400 മില്ലി ആംബിയറിൻ്റെ ഫ്യൂസ് ഉണ്ട്, 10 ആംബിയറിൻ്റെ ഫ്യൂസ് ഉണ്ട്. ഈ ഫ്യൂസ് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഫ്യൂസ് നല്ലതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലൂക്ക് മൾട്ടിമീറ്റർ വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റെസിസ്റ്റൻസ് സെലക്ട് ചെയ്യുക. റെസിസ്റ്റൻസ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ റെഡ് പ്രോബ് ആദ്യം എന്ത് ചെയ്യുക? ഈ മില്ലി ആംബിയർ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1 കിലോ ഓം കണ്ടോ, 1 കിലോ ഓമിന് അടുത്താണ് റെസിസ്റ്റൻസ് എങ്കിൽ ഈ 400 മില്ലി ആംബിയറിൻ്റെ ഫ്യൂസ് ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ 10 ആംബിയർ പോർട്ടിലേക്ക് ഇതേ റെഡ് പ്രോബ് 10 ആംബിയർ പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 0.2 ലെസ് ദാൻ 1 ഓം റെസിസ്റ്റൻസ് ആണെങ്കിൽ 0.2 ഓം റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം ഈ 10 ആംബിയറിൻ്റെ ഫ്യൂസും ഓക്കെ ആണെന്നുള്ളതാണ്. ഇനി ഈ രണ്ട് ഫ്യൂസുകൾ ഏതെങ്കിലും ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഓയിൽ എന്ന് തന്നെ കാണിക്കും. അങ്ങനെ ഓയിൽ എന്ന് പറഞ്ഞാൽ കാണിക്കുകയാണെങ്കിൽ അർത്ഥം എന്താണ്? ഫ്യൂസ് കംപ്ലൈൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് മൾട്ടിമീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാനുള്ള മാർഗ്ഗങ്ങൾ. അപ്പോൾ മൾട്ടിമീറ്റർ എങ്ങനെ ചെക്ക് ചെയ്യാം? അപ്പം നമ്മൾ ഏത് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്തും ആദ്യം മൾട്ടിമീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. റെസിസ്റ്റൻസ് കൂടുതലുണ്ടോ, റെസിസ്റ്റൻസ് കുറവാണോ, മൾട്ടിമീറ്ററിൻ്റെ ബാറ്ററി ഓക്കെ ആണോ അല്ല എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ചെക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കിട്ടുന്ന വാല്യൂ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് മൾട്ടിമീറ്റർ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.